ഇന്നലെ നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെയൊക്കെ ഫുള്ളാട്ടോ, എല്ലാ മോട്ടോർ ഹോംസും വന്ന് ഇവിടെ ഫുള്ളായി. നമുക്കൊരു സ്പേസ്, ലാസ്റ്റ് സ്പേസാണ് കിട്ടിയത്. ഇത് 2 UK മോട്ടോർ ഹോംസാണ്. ഓട്ടോ ട്രെയിലിൻ്റെ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ക്യാമ്പ് സൈറ്റ്, ക്യാമ്പിംഗ് ബീസ്. അവിടേക്ക് ഇപ്പോൾ വണ്ടികൾ വന്നു തുടങ്ങി. ഇവിടെയാണ് റിസപ്ഷൻ ഏരിയ. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ എഡ്ജിലൊരു ലേക്ക് ഉണ്ട് കേട്ടോ, അതാ കാണുന്നത്. ലേക്ക് സൂറിച്ച് ലേക്കാണ്. ഇതാണ് സൂറിക് ലേക്കിൻ്റെ മോർണിംഗ് വ്യൂ. നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെ കുറച്ച് റോവിങ് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇപ്പം രാവിലെ 8 മണിയായി. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഈ ക്യാമ്പ് സൈറ്റിനകത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഔട്ട് സൈഡിൽ നിന്ന് വരും പകല്. നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്യുന്ന റിസപ്ഷൻ. ഇവിടെ വന്ന് ബുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ആകെ സമ്മറിൽ മാത്രമേ അഡ്വാൻസ് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ ക്യാമ്പർ വാൻസും ഒക്കെ മോട്ടോർ ഹോംസും വന്ന് ഒരുപാട് നിറഞ്ഞു കേട്ടോ. ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് മോർ സേഫർ. പക്ഷേ ടെൻ്റൊക്കെ കൊണ്ടുവരാണെങ്കിൽ ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ രാവിലെ തന്നെ വന്നുകൊണ്ട്, അത് ഏകദേശം 10 മണിയായപ്പോൾ വന്നുകൊണ്ടാണ് നമുക്ക് സ്പേസ് കിട്ടിയത്. അല്ലെങ്കിൽ സ്പേസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോകാം. ലേക്ക് ഇവിടെ അടുത്ത് ഒരു ലേക്ക് ഉണ്ട്. ഈ റോഡ് സർഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്യാമ്പറില്ലേ ഒരുപാടുണ്ട് കേട്ടോ. ഈ ജർമ്മൻ വണ്ടികൾ റെൻറ്റിന്. റോഡ് സർഫർ .com. ഇവിടെ എത്ര വണ്ടികളാണ് വന്നിരിക്കണേ. അതിൻ്റെ ഈ ക്യാമ്പ് സൈറ്റ് വെരി ക്ലോസ് ടുഗദറാ. ഇവിടുത്തെ ഇംഗ്ലണ്ടിൽ കുറച്ചും കൂടി സ്പേസും പ്രൈവസിയൊക്കെ കിട്ടും. ഇവിടുന്നൊക്കെ ആൾക്കാർ പോയി തുടങ്ങി. ഇതാണ് ക്യാമ്പർ. സെൽഫ് മെയ്ഡ് ക്യാമ്പറാന്ന് തോന്നുന്നത് ഇല്ലേ? ഇത് സെൽഫ് മെയ്ഡ് അല്ലേ? ഇവിടം വരെയുള്ളൂ ക്യാമ്പർ വാൻസിൻ്റെ സ്പേസ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ടെൻറ്റിൻ്റെ. ഇതാണ് സൂറിക് ലേക്ക്. നല്ല ക്ലീൻ വാട്ടർ ആട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ സ്വിമ്മിങ്ങിനൊക്കെ വരുന്നുണ്ട്. ഈ ക്യാമ്പ് സൈറ്റിലുള്ള ആൾക്കാർ തന്നെ ഇവിടെ വന്നിട്ട് സൂറിക് ലേക്കിൽ ഇറങ്ങിയില്ലെന്നുണ്ട്. വലിയ തണുപ്പില്ല കേട്ടോ. നല്ല ക്ലീൻ വെള്ളമല്ലേ? കൊച്ചിക്കായൽ പോലെയൊന്നും അല്ലല്ലേ. ഇവിടെ വരുന്ന ഷിപ്പുകളില്ലേ, അതായത് ഷിപ്പുകളല്ല, ഈ ബോട്ടുകൾ വേറെ വാട്ടറിൽ നിന്ന് ഈ വാട്ടറിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൊഫഷണലി ഇതിൻ്റെ അണ്ടർനീത്ത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലായിടത്തും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ആൾക്കെ വരാണ്ടിരിക്കാൻ, വേറെ കണ്ടാമിനേഷനൊന്നും വരാതിരിക്കാനായിട്ട്. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പ്രിപ്പറേഷനിലാണ്. ആൾക്കാർ അതിൻ്റെ എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്, ആ കാണുന്നത്. അവിടെ നമ്മുടെ മോട്ടോർ ഹോമൊക്കെ പാർക്ക് ചെയ്തേക്കണത്. ഈ കാണുന്ന കേട്ടോ സൂറിക് ടൗണ്. ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും അവിടെ നിന്ന് ടൗൺ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ നമ്മൾ ആ അറ്റം വരെ നടന്നുപോയി. അതൊക്കെ ഇങ്ങനെ
സൂറിക് സീയുടെ അടുത്തിരുന്ന് ബിസ്ക്കറ്റ് തന്നെയാണ് അവര്. ഇതെന്താ സാധനം? അരയന്നങ്ങളാണോ? ഇത് ഹംസങ്ങളല്ലേ, നമ്മുടെ പഴയ നളദമയന്തി സ്റ്റോറിയിലെ ദൂത് കൈമാറണേ. അരയന്നം ഹംസമൊക്കെ ഒന്ന് തന്നെയല്ലേ? ഹംസ അങ്ങ് കൊണ്ടോട്ടിയില്ലല്ലേ? ഹംസത്തിന് കൊടുത്തല്ലേ? ഹംസത്തിന് ദൂത് ദൂത് എന്ന് പറഞ്ഞ മിൽക്കല്ലേ? എന്നിട്ട് ഗീസ്. ഗീസ് അല്ല, സ്വാൻസ്. ഓക്കെ. ഇതൊരു വാട്ടർ സ്പോർട്സിന്റെ ഒരു സ്പേസാ, അതുകൊണ്ടാണ് ആൾക്കാർ സ്വിമ്മിങ്ങിനൊക്കെ വന്നേക്കണേ. ഈ ലേക്കിന്റെ നടുക്ക് ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. അവിടേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ഐലൻഡിൽ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇന്നിവിടെ നല്ല നല്ല വെതറാ. ഇതാണ് സൂറിക് ലേക്ക്. സൂറിക് സീ എന്നാണ് ഇവിടെ പറയണേ. ഗൂഗിൾ മാപ്പിലൊക്കെ അങ്ങനെയാ. അങ്ങ് അകലെ കാണുന്നതാണ് ഒരു മൗണ്ടൻസ്, സ്നോയി ഉണ്ട് അവിടെ. ഈ സൂറിക് ലേക്കിന്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ കാറ്റുകൊള്ളാൻ വന്നിരിപ്പുണ്ട്. ഇതാണ് ക്യാമ്പ് സൈറ്റിന്റെ അടുത്ത് നിന്നുള്ള വ്യൂ. ഒരു ലേക്ക് സൈഡിലാണ്. ഈ ക്യാമ്പ് സൈറ്റിന്റെ തൊട്ടടുത്ത് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, സോക്കറിന്റെ. അവിടെ പെട്രോളിന് 177 ഫ്രാങ്കും ഡീസലിന് 187 ഫ്രാങ്കും. ആൾക്കാരൊക്കെ പോയി തുടങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മളധികം വൈകാണ്ട് പോകും. ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്, ഫിഷേഴ്സ് ഫ്രിറ്റ്സ് ക്യാമ്പിംഗ്. അപ്പം നമ്മൾ നടന്ന് ഇവിടം വരെ എത്തി. ഈ സൂറിക് സീയുടെ, അതായത് സൂറിക് ലേക്കിൻ്റെ സറൗണ്ടിങ്സിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നല്ല വ്യൂ ആ. ഇവിടെ ഒരുപാട് പിള്ളേരൊക്കെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇതാണ് സൂറിക് സീ. അവിടെ ഒരുപാട് ബോട്ടിങ്ങും ആൾക്കാർ റിലാക്സ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നമ്മളിതിൻ്റെ തൊട്ട് സൈഡിലാണ് ക്യാമ്പ് ചെയ്യണത്. ഇവിടെ ഒരുപാട് ആൾക്കാർ റിലാക്സ് ചെയ്യാനും നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇത് തൊട്ടടുത്തുള്ള ഒരു ഗ്രീൻ ഏരിയയാണ്. സൂറിക് ലേക്കിലെ ബോട്ടിംഗ് ആട്ടോ. ഈ സൂറിക് ലേക്കിലെ ഡക്സ് ആണിത്. ഇവിടെ വരുന്ന ഇരിപ്പുണ്ട്. ഇവരിവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കണതാ, ഫിഷിനെ പിടിക്കണതാ. എന്ത് വലുതാ. ഇത് ഉട്ട്ലിബർഗ് എന്ന് പറയണേ, ജർമ്മനിലാണ് സൂറിക് സീ എന്ന് പറയണത്. ഇവിടെ ഇതിൻ്റെ നടുക്ക് ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഈ സൂറിക് ലേക്കിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ്. അങ്ങ് ഉട്ട്ലിബർഗ് മൗണ്ടൻ വരെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങ് അറ്റത്ത് കാണുന്നത്, ആ അറ്റത്ത് കാണുന്നത് അതാണ്, ആ സ്നോയൊക്കെ ആയിട്ട് ആ കാണുന്നത്.
ഇതിൻ്റെ ലെങ്ത്ത് 40 കിലോമീറ്റർ, പിന്നെ വിഡ്ത്ത് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് ബോട്ടിങ് ഒക്കെ ഉണ്ട്. നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഏകദേശം അങ്ങറ്റത്താണ് കാണുന്നത്. അവിടെ നമ്മളിങ്ങോട്ട് നടന്ന് വന്നത്. ഇതിൻ്റെ എഡ്ജിലാണ് ക്യാമ്പ് സൈറ്റ്, പക്ഷെ തൊട്ടടുത്തല്ല. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 49 മീറ്ററാണ് ഈ സൂറിക് സീയുടെ ഡെപ്ത്. ഈ ബോർഡ് ഈ ഷിപ്പുകളൊക്കെ അതിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്, എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന്. ഒരു ഓതറൈസ്ഡ് ക്ലീനിങ് ഫെസിലിറ്റി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അടിയിലുള്ള ഇൻവേസീവ് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഈ വെള്ളത്തിൽ വന്ന് കയറിയാലേ ഇവിടെ ഒരുപാട് വാട്ടർ ഡാമേജ് ഉണ്ടാക്കും. ഇതാണ് ക്രൂയിസ് ബോട്ടുകൾ. അവരുടെ സർവീസൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു ട്രഡീഷണൽ ബോട്ട് ഉണ്ട് കേട്ടോ, പായ് കപ്പലോ ഇത് വിൻഡ് വെച്ച് പോണ, അതുകൊണ്ടാണ് എൻജിനൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഇത് ജെറ്റ് സ്കീ ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് വണ്ടി അടക്കം ഈ സൈഡിലേക്ക് അവിടെ ഇങ്ങനെ ഇറക്കാം, ഈ സൂറിക് ലേക്കിലേക്ക്. അവിടെ നിന്നാണ് സൂറിക് ടൗൺ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ വാട്ടർ ഫൗണ്ടൻ്റെ തൊട്ടടുത്തുനിന്ന്. അവിടെ നിന്ന് തുടങ്ങി 40 കിലോമീറ്റേഴ്സ് ലോങ് വേയിലേക്ക് എടുക്കുവാണ് സൂറിക് ലേക്ക്. ഫാംസാ $1960 BSA മോട്ടോർ സൈക്കിളായിരിക്കണം. ഈ മൊണാക്കോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകൾ ഇവിടെയാട്ടാ കണ്ടേ, സൂറിക്കില്. ഓക്കെ, എന്തോരം ഇതിലേ പോണേന്നറിയാം. ഈവനിങ് ആയതുകൊണ്ടായിരിക്കും, പിന്നെ നല്ല വെതറായിട്ടായിരിക്കും. സ്പൈഡർ, പോർഷെ സ്പൈഡർ ജി 718 Spider. 718 സ്പൈഡർ. ഓ, പോർഷെ 718 സ്പൈഡർ. അത് ഇലക്ട്രിക്കൽ കേബിൾ ഡിസ്കണക്ട് ചെയ്യണം. ആയി തന്നെ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് തുടങ്ങിയാണ് ലൈവ് തുടങ്ങണത്. അത് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വണ്ടി ഡിസ്കണക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കേബിൾ സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിലേ ഇതൊരു കോയിൽ മാതിരി വർക്ക് ചെയ്യും. എന്നിട്ട് ഒരു ട്രാൻസ്ഫോമറാവും. എന്നിട്ട് ഇതിനെ വണ്ടിയിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഡാമേജ് ആവും. അപ്പോൾ സ്പ്രെഡ് ചെയ്തിടണം. ഇത് 20 മീറ്ററോ 25 മീറ്റർ കൊണ്ട് കേബിളുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ സ്പെയർ കേബിളുണ്ട് കേട്ടോ. ഇത് ഡിസ്കണക്ട് ചെയ്തില്ലെങ്കിൽ വണ്ടി ചെയ്യുന്നൊരു അലാം അടിച്ചുകൊണ്ടിരിക്കും പവറിൽ നിന്ന്. അപ്പോൾ ഇതാണ് കേബിൾ വെക്കാനുള്ള സ്പേസാണ്. എന്നിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇതെങ്ങാനും ഓപ്പണായി പോയാൽ ഇതിൽ സാധനങ്ങളൊക്കെ പോവും. ഇവിടുത്തെ എല്ലാ ഗാരേജ് ഡോറുകളും ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്താ ഓക്കെ, റെഡിയായി. ഇനി കുറച്ച് ക്ലീൻ വാട്ടർ നിറയ്ക്കണം. നമുക്ക് കുറച്ചുള്ളൂ ക്ലീൻ വാട്ടർ. ക്ലീൻ വാട്ടർ നിറയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഓക്കെ,
ഇങ്ങോട്ട് കടന്നു വന്നാലേ. അവിടെ ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്ത വെള്ളം തുറന്ന് കളയണത്. കുറച്ച് വെള്ളമുള്ളൂ, നമ്മൾ എപ്പോഴും എല്ലാ നൈറ്റും തുറന്ന് കളയും. പിന്നെ ക്ലീൻ വാട്ടർ ഇവിടെ നിന്നാണ് നിറയ്ക്കണേ. അപ്പോൾ ക്ലീൻ വാട്ടർ നിറയ്ക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് കഴുകണം. ഇവിടെയാണ് ക്ലീൻ വാട്ടർ. അധികമല്ലേ, ഒരു 50 ലിറ്റർ വാട്ടർ മതി. അല്ലെങ്കിലേ നമ്മൾ ഈ ലോഡ് വെച്ച് ഡ്രൈവ് ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കേ, നമുക്കിവിടെ ഗ്യാസ് ബൈ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ റെഗുലേറ്റർ ഇവിടെ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ്ലോ സിസ്റ്റം വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടുത്തെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ വേറെ ഒരു റെഗുലേറ്റർ വേണം, അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും കിട്ടും. ഈ റെഗുലേറ്ററുകൾ മാറാനുള്ള ഒരു പ്രശ്നമാണ്, ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, വെള്ളം നിറച്ചു, ടോയ്ലറ്റ് എംറ്റി ആക്കി. ഇത് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു പ്രൈവറ്റ് മൂറിങ് സ്പേസാണ്. ഇവിടെ ഒരുപാട് ബോട്ടുകൾ വന്ന് മൂർ ചെയ്യും ആ സ്പേസിലെല്ലാം. ഇത് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ, ഇത് ഈ ഹോട്ടലിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ഒരു ബോട്ടാട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് ഇവിടേക്ക് പോവാ ബോട്ടുകൾ. ഇതെല്ലാം ടെൻറ്റിൻ്റെ സ്പേസാണ് ഈ കാണുന്നതെല്ലാം. ഈ ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടും ടെൻറ്റിനുള്ള സ്ഥലങ്ങൾ. ഇവിടെ നല്ലതല്ലേ. പക്ഷെ ഇവിടെ ഒരു ടെൻറ്റുകാരനുണ്ടായിരുന്നു, അയാൾ ഇന്ന് രാവിലെ തന്നെ പോയി. പിന്നെ എല്ലാം കാമ്പർ വാൻസാ. ഇവിടെയാണ് റിസപ്ഷൻ, ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഫുട്ബോൾ കോർട്ടുണ്ട്. അല്ലേ, അവിടെ ഒരു ഫുട്ബോൾ കോർട്ടാ ആ കാണുന്നത്. ഇവിടുന്ന് കുറച്ച് പേരൊക്കെ പോയി, ഇപ്പോൾ 11 മണിയായില്ല. ഇതാണ് കോൺകോഡ് കരിസ്മ. ഇവരൊക്കെ ഇന്നലെ വന്ന. പിന്നെ ഇവിടെ ഒരു പഴയ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് കാരാവാൻ, കണ്ടോ? ഇതൊക്കെ പഴയ കാരാവാൻസ് ആട്ടോ. എന്നിട്ട് ഇതിപ്പോൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കണതാ. ഇവർ തന്നെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം. ഇതെല്ലാം ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, നമുക്ക് റെൻറ്റിന് എടുക്കാം. ഇത് ടെൻറ്റിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ ആകെ ഒരാൾ മാത്രമേ ടെൻറ്റായിട്ട് വന്നിട്ടുള്ളൂ. ഈ സമ്മറിൽ മാത്രമേ ഇവിടെ ബുക്കിങ്ങിൻ്റെ ഒരു ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഈ ലേക്കിൻ്റെ തൊട്ടടുത്താണ് ടെൻറ്റിൻ്റെ ഏരിയയൊക്കെ ഫുള്ള്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഗ്രാസ്. ഇവിടെയൊന്നും ആരുമില്ല ടെൻറ്റ് വയ്ക്കാനായിട്ട്. ഇവിടെ നിന്ന് അങ്ങ് ക്യാമ്പർ വാൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെയൊക്കെ ചെറിയ വാനുകൾ, 2 പേർത്തുള്ള വാനുകളൊക്കെ ഇല്ലേ, ചെറിയ ക്യാമ്പർ വാൻസ്. ഇത് VWൻ്റെ ക്യാമ്പർ. ഇന്നലെ നൈറ്റ് ഇവിടെ ഫുള്ളായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ളാ. ഇന്നലെ നമ്മുടെ വണ്ടിയടക്കം 4-5 വണ്ടി ഉണ്ടായിരുന്നു UK എന്നുള്ള വണ്ടികൾ.
ഇവിടെ വരുന്നത് കൂടുതലും ജർമ്മൻ, നെതർലൻഡ്സ് അവിടെ നിന്നൊക്കെയാണ്. ഈ സൈഡിലും ക്യാമ്പർ വാൻസാ ഫുള്ള്. ഇവിടെ ഒരു എ ക്ലാസ് ഉണ്ട്. ഇതാണ് ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു ഓവർ വ്യൂ. ഇവിടുത്തെ റിവ്യൂവിൽ പറഞ്ഞേക്കണ പോലെ തന്നെ വെരി ടൈറ്റ് പാർക്കിംഗ് ആണ് ഇവിടെ, വെരി ക്ലോസ്. നമ്മുടെ ഓണിങ് ഒന്നും, ഇതൊരു UK വണ്ടിയാണ്. ഇതെല്ലാം UK വന്ന വണ്ടികളാട്ടോ. ഈ 2 അപ്പുറത്ത് 2 ഉണ്ട്. ഇവരെ ഒരു ഗ്രൂപ്പായിട്ട് 4 പേര് ഒരുമിച്ച് വന്നേക്കണം. ഇവിടെയാണ് വേസ്റ്റ് റീസൈക്ലിങ്. നമ്മുടെ വണ്ടിയിലുണ്ടാവുന്ന വേസ്റ്റുകളെല്ലാം ഇവിടെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഫുൾ പാക്ഡാണ്. റിയൽ മോട്ടോർ ഹോം കോൺകോഡ്, ജർമ്മനിന്ന് വരുന്നത്. കോൺകോഡിൻ്റെ ചെരിഷ്മ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. ഇവിടെയെല്ലാം ഫുൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിറച്ചു, എല്ലാ പരിപാടിയും റെഡിയായി. ഇനി നോക്കിയും കണ്ട് ഒന്ന് റിവേഴ്സ് എടുത്ത് പോവാം. ഏതിലെയൊക്കെ ആൾക്കാർ വരുന്ന ഒരു പിടി ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിലെ സ്റ്റേ കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാം. After 500 yards, bear right. ഈ സ്വിറ്റ്സർലൻഡിൽ വണ്ടി ഓടിക്കാൻ ആകെ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഒരു വിനേജ് മേടിച്ച് ഓട്ടിക്കണം. അതായത്